കഴിഞ്ഞ ഒരു 2, 3 ദിവസമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഈ റീൽ വീഡിയോ മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റമദാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടണം. ലോങ് വ്ലോഗും അതുപോലെ തന്നെ മിനി വ്ലോഗൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. അതൊരു പരിധി വരെ സക്സസ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അതിൻ്റെ ഇടയ്ക്കുണ്ടായി. അതുകൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പം ഓക്കെ ആയി. അതുകൊണ്ടിട്ട് നമ്മുടെ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ രാവിലെ അഫീനെ വിടാനുള്ള തിരക്കിലാണ് കേട്ടോ. അവന് നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നത് ബിസ്ക്കറ്റാണ്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് കൊടുത്തു വിടുന്നത് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് അവൻ പൂരി മുട്ടക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവനൊന്ന് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. ഞാൻ പിന്നെ അതൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ, ആ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് അടുക്കലും പറക്കലൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് അടിച്ചു വാരി ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അതിനുശേഷം എനിക്കിന്നൊന്ന് തൊടുപുഴയ്ക്ക് പോകണം കേട്ടോ. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉച്ചകഴിഞ്ഞ് വരാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു 1:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പാകത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചെറിയ രീതിയിലൊന്ന് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നിധിക്കുട്ടിക്ക് മനസ്സിലായി അവരെങ്ങോട്ടൊക്കെയോ പോകുക എന്നുള്ളത്. അപ്പോൾ ആപ്പ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇപ്പോൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് അവൾ നിന്നതാണ്. പിന്നെ നൈസായിട്ട് അത്തച്ച് മാറ്റി. അങ്ങനെ ഞങ്ങളിത് പാറേക്കാവിലാണ് വന്നിരിക്കുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ബസ് കയറി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഉച്ച സമയമാണല്ലോ. ഞാൻ പിന്നെ തൊടുപുഴ എത്തിയപ്പോഴാണ് ഉമ്മച്ചേനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ശരിക്കും കിടന്നുറങ്ങിയിട്ടോ ബസ്സിൽ. ആദ്യം ഞാനും ചിന്നും കൂടി വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ കറക്റ്റ് സമയത്ത് അവൾക്ക് വേറൊരു ആവശ്യം വന്നു. അങ്ങനെ ഞാൻ കുറേ പേരെ കോൺടാക്ട് ചെയ്തു. പക്ഷേ ആരും അവൈലബിൾ ആയിരുന്നില്ല. കാരണം നമ്മൾ മുൻകൂട്ടി പറഞ്ഞ കേസൊന്നുമല്ലല്ലോ, എല്ലാവരും ഓരോ തിരക്കിലാണല്ലോ. പിന്നെ ഞാൻ ഉമ്മച്ചിനെയും കൂട്ടിയിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ക്ലിപ്പിങ്സ് ഒന്നും ഒത്തിരി എടുക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്തു. പക്ഷെ നമുക്ക് 3-4 ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ഡ്രസ്സിൻ്റെയും ക്ലിപ്പിങ്സ് എടുക്കണം, ഓരോ ഡ്രസ്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അത് കുറച്ചധികം സമയം എടുത്തു. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സമയം എടുത്തൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞാനിത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടും എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കൂടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ ആ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നല്ല അടിപൊളി ഗീവ് അവേ ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോയിട്ടോ. കാരണം അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. പിന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് നമ്മൾ ഉടുമ്പന്നൂരേക്കുള്ള ബസ് പിടിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.